ഇവിടെ പ്രശ്നം എന്താ? ഈ വ്യാപാരം ഞാൻ നടത്തണോ ബോർഡ് നടത്തണം എന്നാണ് നിയമം. പാരലൽ വ്യാപാരം തന്ത്രിയും മേൽശാന്തിയും നടത്തുന്നു. ഈ തന്ത്രിയും മേൽശാന്തിയുടെ കൂടെ ഒരു വലിയ സംഘം നമ്പൂതിരിമാരുണ്ടാവും, പിന്നെ പോറ്റിമാരും നമ്പൂതിരിമാരും ഉണ്ടാവും. എന്തിനാ വെച്ചാൽ ഇയാളെ കാശ് വാരി കൂട്ടാനാണ്. ഈ കിട്ടുന്ന വരുമാനം പല സ്ഥലത്തു നിന്നാണ്. ഇപ്പം ഇവരാണ് ഇതിൻ്റെ ഏജന്റുമാർ. ഇവർ പോയി പറയും മേൽശാന്തിയുടെ എന്ന് പ്രസാദം വാങ്ങിത്തരാം, മേൽശാന്തിയുടെ അവിടെ വന്നാൽ നേരിട്ട് കാണാം, മേൽശാന്തിയെ നേരിട്ട് കാലും പിടിത്തോടാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ സംഗതികൾ മേൽശാന്തിയുടെ ഏജന്റുമാരായ കുറേ ആളുകളുണ്ട്. ഈ പോറ്റിയൊക്കെ അങ്ങനെ പോയ ആളാണ്. ഒരു ഘട്ടത്തിൽ പോറ്റിയൊക്കെ അങ്ങനെ പോയ ആളാണ് അവിടെ പോയിട്ട് ഈ ശാന്തി ഉപശാന്തിയൊക്കെ ആയിട്ട് കൂടിയ ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സംഘത്തിൻ്റെ കീഴിലാണ്. കാരണം മേൽശാന്തി ഞാൻ പറഞ്ഞില്ലേ 50 ലക്ഷം രൂപ മുടക്കിയാണ് തിരിച്ചു പിടിക്കണ്ടേ? പക്ഷേ തിരിച്ചു പിടിക്കുക എവിടെ നിന്നാണ്? ഒറ്റയ്ക്കാൾ നാളെ ആരെങ്കിലും കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്ക് അവരുണ്ടാക്കും, തന്ത്രിക്കുണ്ട്. ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാരലൽ കച്ചവടം നടന്നത്. ഹൈക്കോടതി പറഞ്ഞത് ശരിയാണ്. ഇപ്പം നെയ്യിൻ്റെ ഡപ്പകൾ മേൽശാന്തിയുടെ റൂമിൽ നിന്ന് പിടിക്കുന്നു, തന്ത്രിയുടെ റൂമിൽ നിന്ന് പിടിക്കുന്നു. അങ്ങനെ കൊടുക്കാമോ? നിയമപരമായി കൊടുക്കാൻ പാടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെ നിയന്ത്രിച്ചാലും ഞാൻ പറയുന്നു ആ കച്ചവടം വേറെ രീതിയിൽ നടക്കും. വേറെ രീതിയിൽ നടക്കും തന്നെ എനിക്ക് നടക്കും. അതിന് കാരണം വിശ്വാസമാണ് കച്ചവടം. നാളെ തന്ത്രിയുടെ വീട്ടിൽ വെച്ച് നെയ്യ് കൊടുക്കാൻ തീരുമാനിച്ചു നിൽക്കുക, ഒരു കൊല്ലം പറയാൻ പറ്റുമോ? ശബരിമലയിൽ നെയ്യ് ഞാൻ തന്ത്രിയുടെ വീട്ടിൽ വെച്ച് കൊടുക്കും. അത് പറഞ്ഞപ്പോൾ ആ കൊട്ടാരക്കരയിൽ അങ്ങനെ ചെയ്യുന്നു. അതേ പറഞ്ഞു. അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യുന്നവരെ അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നമുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഭണ്ണാരത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉണ്ടിയിൽ തോണിയിലിടുന്ന കാശ് അതേപോലെ കുറേ കാശ് തോണിയിലിട്ടിട്ട് കുറേ കാശ് ഇവരുടെ അഴിയുണ്ട്, ഇവരുടെ ഇതിൽ അഴിയുടെ അകത്ത് കൂടി ഇടുന്ന ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം. അവിടെ നിറയെ പൈസ വന്ന് വീഴും. അവസാനം ഈ പൈസയൊക്കെ വാരിക്കൂട്ടി മേൽശാന്തി തന്ത്രിയും കൊണ്ടുപോകും. ബെൽ ബട്ടണും അമർത്തുക.